إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും കൃത്യമായി നമ്മുടെ ജീവിതത്തിലെ ഓരോ രഹസ്യവും പരസ്യവുമായ നിമിഷങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി അനുസരിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്.
വളരെയധികം ആവേശത്തോടും പ്രതീക്ഷയോടും കൂടി ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ പോരായ്മകളും തിന്മകളുമെല്ലാം കഴുകിക്കളഞ്ഞ് ശുദ്ധമായ മനസ്സോടുകൂടി റമളാനിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയും നാം നിർവഹിക്കുന്ന നമ്മുടെ നോമ്പും മറ്റുള്ള ഇബാദത്തുകളുമെല്ലാം തന്നെ പരിപൂർണമായ പ്രതിഫലം നൽകുന്ന രൂപത്തിലായിരിക്കണമെന്നുള്ള നിയ്യത്തോടു കൂടിയാണ് റമളാനിനെ നമ്മൾ സമീപിച്ചിട്ടുള്ളത്. റമളാനിന്റെ ഒട്ടുമിക്ക വിധിവിലക്കുകളും കൃത്യമായ നിർദ്ദേശങ്ങളും ഒരുപക്ഷെ പല ആവർത്തിയായി ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓരോ ഇബാദത്തുകൾക്കും കൃത്യമായൊരു ഓർഡറുള്ള ഒരു മതമായി നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ എന്ന് പരിചയപ്പെടുത്തുന്ന ഇസ്ലാം കാര്യങ്ങൾ, അതിലൊന്ന് ഷഹാദത്ത്, 2 നമസ്കാരം, 3 സക്കാത്ത്, 4-മതാണ് നോമ്പ്, പിന്നുള്ളത് ഹജ്ജ്. അപ്പോ നമ്മൾ റമളാനിനെ കുറിച്ച് പറയുമെന്നുണ്ടെങ്കിലും സക്കാത്ത് വരുന്നത് റമളാനിന് മുമ്പാണ്. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉടനെ എണ്ണുന്നതും സക്കാത്തിനെ കുറിച്ചിട്ടാണ്. ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് സക്കാത്ത്, ഒരു കർമ്മമാണ് സക്കാത്ത് എന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് പലപ്പോഴും കൃത്യമായ ധാരണയില്ലാതെ പോവുകയോ വേണ്ടത്ര ഗൗരവം ഗൗനിക്കാതെ പോവുകയോ ചെയ്യുന്നവരായി നമ്മിൽ പല ആളുകളും മാറിപ്പോകാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സക്കാത്തിനെ പറയുന്നതായി, സക്കാത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർക്കഉ മഅർ റാക്കിഈൻ. നിങ്ങൾ എന്ത് ചെയ്യുക? നമസ്കാരം കൃത്യമായി മുറപ്രകാരം അത് നിർവഹിച്ചു വരാ. നമസ്കാരത്തോടൊപ്പം അള്ളാഹ് എണ്ണി പറഞ്ഞ കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. അപ്പൊ പരിശുദ്ധ റമളാനിൽ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് സക്കാത്ത് എന്നുള്ളത്. കാരണം നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്തു വന്നിരിക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കുന്നത് റമളാനിലായതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ള കാരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ സക്കാത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുദു മിൻ അംവാലിഹിം സദഖ. നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ അടുക്കൽ നിന്ന്, അവരുടെ സ്വത്തുക്കളിൽ നിന്ന് എന്ത് ചെയ്യണം? സക്കാത്തിന്റെ നിർബന്ധ ദാനത്തെ നിങ്ങൾ ഖുദ് വാങ്ങിക്കുക എന്നും നമുക്ക് അർത്ഥം പറയാം. പക്ഷെ യഥാർത്ഥമായി യോജിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ഖുദ് നിങ്ങൾ പിടിച്ചെടുക്കണം എന്നുള്ളതാണ്. സമ്പത്തുള്ള ആളുകളിൽ നിന്ന് സക്കാത്ത് പിരിക്കൽ ഉത്തരവാദിത്തം ഏൽക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? സമ്പത്തുള്ളവരിൽ നിന്ന് സക്കാത്ത് അവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്തിനാണ് സക്കാത്ത് സമ്പത്തുള്ള ആളുകൾ കൊടുക്കുകയും അവരിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യേണ്ടുന്നത്? എന്തിനു വേണ്ടിയാണ്? തുതഹിറുഹും വ തുസക്കീഹിം. അവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയും അതുപോലെ അവരെയും അവരുടെ സമ്പത്തിനെയും സംസ്കരിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ് സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോ നാം കൊടുക്കുന്ന ഏതൊരു ദാനധർമ്മമാണെന്നുണ്ടെങ്കിലും, നിർബന്ധമായ സക്കാത്താണെന്നുണ്ടെങ്കിലും, നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ മനസ്സിനെയും ശുദ്ധീകരിക്കാനും സംസ്കരിച്ചെടുക്കാനും വേണ്ടിയാണ് ഇസ്ലാമിൽ അല്ലാഹ് സക്കാത്തും മറ്റുള്ള ദാനധർമ്മങ്ങളും നിർബന്ധമാക്കിയും സുന്നത്താക്കിയും കൽപ്പിച്ചിട്ടുള്ളത്. അത് എന്റെ കീശയിൽ നിന്നൊന്ന് കൊടുത്താൽ അത് കുറഞ്ഞു പോയല്ലോ എന്നുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് അതെന്ത് ചെയ്യണം? അത് നമ്മുടെ നിർബന്ധമായ, നാം കൊടുക്കേണ്ട നിർബന്ധമായ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിനായി അയക്കുകയാണ്. അങ്ങനെ അയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഉദ്ഉഹും ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. നീ എന്ത് ചെയ്യണം? ആദ്യമായി അവരോട് ഷഹാദത്ത്, തൗഹീദ് പറയണം. അല്ലാഹ് അല്ലാതെ മറ്റൊരു ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്നും ഞാൻ മുഹമ്മദ് നബി അള്ളാഹിന്റെ ദൂതനാണെന്നുമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരോട് നീ പറഞ്ഞു കൊടുക്കണം, ഷഹാദത്ത് കൽപ്പിച്ചു കൊടുക്കണം. ഹും അത്വാഉ ലിദാലിക ഫഅഅലിമുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറള അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല. നീ പറയുന്ന ഷഹാദത്ത് അവർ അനുസരിക്കുകയും നിന്നെ അവർ അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ
ഓരോ ദിവസവും പകലും രാത്രിയിലുമായി 5 നേരത്തെ നിർബന്ധമായ നമസ്കാരം അള്ളാഹ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരോട് പറയണം. ഈ നിർദ്ദേശവും അവർ നിന്നിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ മൂന്നാമതായി അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ സമ്പത്തിൽ നിന്ന് അള്ളാഹ് സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നായിരിക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? തുഅഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരിൽ ധനികരായ ആളുകളിൽ നിന്ന് ആ സമ്പത്ത് സകാത്തിന്റെ ഓഹരി എത്രയാണോ അത് നീ വാങ്ങിച്ചെടുക്കുകയും അവരിൽപ്പെട്ട ഫുഖറാക്കളായ ഫഖീറായ ദരിദ്രരായ ആളുകൾക്ക് അത് നീ വാങ്ങിച്ച് വിതരണം ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. സകാത്ത് എന്ന വാക്കിന്റെ അർത്ഥം വർധനവ്, ശുദ്ധീകരണം എന്നൊക്കെയാണ് ഭാഷാപരമായി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ സകാത്തിനെ കുറിച്ച് അല്പം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സകാത്തിന്റെ ഷർത്തുകളായി നിബന്ധനകളിൽപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, എപ്പോഴും സകാത്ത് കൊടുക്കേണ്ട, വർഷത്തിൽ 1 മാത്രം സകാത്ത് കൊടുത്താൽ മതി. വർഷത്തിൽ എന്ത് ചെയ്യുക? കഴിഞ്ഞ റമളാനിലാണ് നിങ്ങൾ സകാത്ത് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇന്നിതാ ഈ റമളാനിലായിരിക്കണം നിങ്ങൾ സകാത്ത് കൊടുക്കേണ്ടത്. അറബി മാസം ഹിജ്റി കലണ്ടർ പ്രകാരമാണ് സകാത്ത് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം, അതിന്റെ നിസ്വാബെത്തുക, നിശ്ചിതമായ പരിധി എത്തുക എന്നുള്ളതാണ്. അതായത് കൃത്യമായ സാലറി ബേസ്ഡ് ആണെങ്കിലും അതല്ലെങ്കിൽ കച്ചവടത്തിന്റെ വിഷയത്തിലാണെങ്കിലും സ്വർണത്തിന്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിലും കൃഷിയുടെ വിഷയത്തിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു നിസാബുണ്ട്, പരിധിയുണ്ട്. ആ പരിധി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സകാത്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ആർക്കൊക്കെയാണ് നിങ്ങൾ സകാത്ത് കൊടുക്കേണ്ടത്? സകാത്തിന്റെ അവകാശികൾ 8 വിഭാഗം ആളുകളാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായി കാണാൻ സാധിക്കും, ഇന്നമസ് സ്വദഖാത്ത്, തീർച്ചയായും ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ലിൽ ഫുഖറാ, ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ദരിദ്രരാണ്, ഫഖീറായ ആളുകളാണ്. രണ്ടാമത്തേത് വൽ മസാകിൻ, അഗതികളായ പാവപ്പെട്ടവരായ ആളുകൾ. വൽ ആമിലീന അലൈഹ, മൂന്നാമത്തേത് സകാത്ത് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനത്തിൽ പണിയെടുക്കുന്ന, സകാത്തിന്റെ സിസ്റ്റത്തിൽ പണിയെടുക്കുന്ന അതിന്റെ ആളുകൾക്ക്, ജോലിക്കാർക്ക് എന്ത് ചെയ്യാം? സകാത്തിന്റെ ഒരു വിഹിതം കൊടുക്കാം. അടുത്തത് വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർ, ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യമുള്ള, ഇസ്ലാമുമായി മനസ്സിനെ ഇണക്കപ്പെട്ടിട്ടുള്ളവർക്ക് കൊടുക്കാം. വഫി റിഖാബ്, അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ സകാത്തിന്റെ ഓഹരി ഉപയോഗിക്കാം. വൽ ഗാരിമീൻ, അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായ ആളുകൾക്ക് കൊടുക്കാം. വഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് സകാത്ത് കൊടുക്കാം. വബ്നിസ് സബീൽ, അതുപോലെ തന്നെ വഴിപോക്കരായിട്ടുള്ള ആളുകൾക്കും കൊടുക്കാം. ഫരീളത്തൻ മിനല്ലാഹ്, ഇത് അള്ളാന്റെ അടുക്കൽ നിന്ന് നിർബന്ധമായും നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സകാത്ത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അത് സമ്പത്തുള്ളവന്, അതിന്റെ നിസാബെത്തിയവന്, അതിന്റെ ഓഹരി കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുള്ളവന് സകാത്ത് നിർബന്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് സകാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. പല ആളുകൾക്കും സംശയം വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഞാൻ സകാത്ത് കൊടുക്കണോ എന്നുള്ളത്. അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാലറി വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ശമ്പളത്തിന്, സാലറിക്ക് സകാത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഏത് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും? ഒരു ഹിജ്റ വർഷക്കാലത്തെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഉദാഹരണത്തിന് കണക്കിലെടുക്കുക. ഈ ഒരു റമളാൻ ആകുമ്പോൾ നമ്മുടെ കൈകളിൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ തുക നമ്മുടെ കൈകളിൽ മിച്ചമായി ഇരിക്കുന്നുണ്ട്, ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, കൈകളിലോ അക്കൗണ്ടുകളിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 2.5% നമ്മൾ ശമ്പളത്തിന്റെ സക്കാത്തായി നമ്മൾ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് 1 ഗ്രാം വെള്ളിക്ക് വരുന്നത് 270 രൂപയാണ്. 270 × 595 ഗ്രാം വരുമ്പോൾ ഏകദേശം അതിന് വരുന്നത് 1,60,650 രൂപ. ഇതിന്റെ 2.5% നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 4016.25 രൂപ. ഒന്നുകൂടി കൂട്ടിയാൽ 4017 രൂപ മതി നമ്മൾ എന്ത് ചെയ്യുക? സക്കാത്ത് കൊടുക്കാൻ. 1,60,000 രൂപയോളം നമ്മുടെ കൈകളിൽ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറും 4017 രൂപയെ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? സാലറിയുടെ, ശമ്പളത്തിന്റെ സക്കാത്തായി കൊടുക്കേണ്ടതുള്ളൂ. നമ്മുടെ കഴിഞ്ഞു പോയ ചെലവുകളെ അതിനകത്തേക്ക് എന്ത് ചെയ്യേണ്ട? കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും വേണ്ട. കഴിഞ്ഞു പോയത് പോയി. മറിച്ച് നമ്മുടെ കൈകളിൽ നിലവിൽ ഇത്ര ഈ തുക ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ സാലറി വാങ്ങുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്,
ഇപ്പൊ ഞങ്ങളുടെ കൈകളിൽ 1,60,000 രൂപ എടുക്കാന്ന് പറഞ്ഞാൽ അക്കൗണ്ടുകളിലൊന്നും കാണില്ല. പക്ഷെ മുമ്പൊക്കെ വന്നിരുന്നു. അതൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവായി പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എങ്ങനെ സക്കാത്ത് കൊടുക്കും? ഞങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി, തഖ്വയ്ക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു മാർഗം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ സാലറി വാങ്ങുന്നത് എത്രയാണെന്ന് വിചാരിക്കാം. ഒരു 20,000 രൂപ മിനിമം സാലറി വാങ്ങുന്ന ഒരാള് ഒരു വർഷം അവന്റെ സാലറി എത്രയുണ്ടാകുമെന്ന് കൂട്ടി നോക്കുക. അതിന്റെ 2.5% മിനിമം സക്കാത്ത് കൊടുക്കാനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്? പട്ടിണിയും പരിവട്ടവും പറഞ്ഞ് നടക്കരുത്. നമ്മുടെ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് വാങ്ങുന്ന സാലറി 20,000 ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ടോട്ടൽ കണക്കാക്കുക. അതിന്റെ 2.5% ഏറ്റവും സൂക്ഷ്മതയ്ക്ക് സക്കാത്ത് കൊടുക്കൽ അനിവാര്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്, നമ്മുടെ മനസ്സിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സാമ്പത്തികമായ മേഖലയിൽ എവിടെയെങ്കിലും ചില വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഈ സക്കാത്ത് കൊണ്ട് ഉപകരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വലിയ രൂപത്തിലുള്ള സാലറി വാങ്ങുന്ന 60,000, 70,000, 1,00,000 ഒക്കെ സാലറി വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അതിന്റെ കണക്ക് നോക്കി കൃത്യമായി ഗൗരവത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് വേണം? ആ സക്കാത്ത് കണക്ക് തീർത്ത് കൊടുത്തേ മതിയാകൂ. ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ്, ഞാൻ 1,00,000 രൂപ ശമ്പളം വാങ്ങുന്നുണ്ട്, എന്റെ നിസാബ് ഞാൻ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു തുക നിസാബായിട്ട് വരുന്നുണ്ട്, ഇത്രയും വലിയ തുക ഞാൻ സാധുക്കൾക്ക് സക്കാത്തായിട്ട് കൊടുക്കണോ? ഇങ്ങനെയുള്ള ചിന്ത നമുക്ക് വരരുത് സഹോദരങ്ങളെ. അത് നമ്മളെ സംസ്കരിക്കാനും സമ്പത്തിനെ ശുദ്ധീകരിക്കാനും വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും ഈമാനുള്ളവർ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈമാനുള്ളവരുടെ ഗുണമായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവരുടെ സമ്പത്തിൽ നിന്ന് കൃത്യമായി സകാത്ത് നിർവഹിക്കുന്നവരാണ് ഈ മനുഷ്യരെന്ന് പറയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസികളാണെങ്കിൽ സകാത്ത് കൊടുത്തേ മതിയാകും. രണ്ടാമത്തെ വിഷയം, സകാത്ത് കൊടുക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം മുശ്രിക്കീങ്ങളുടെ സ്വഭാവ ഗുണത്തോട് അവനെ എണ്ണിയിട്ടുണ്ടെന്നുള്ളതാണ്. നഊദു ബില്ലാഹ്, അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുശ്രിക്കീങ്ങളുടെ സ്വഭാവ ഗുണത്തോട് എണ്ണിയിട്ടുണ്ടെന്ന് ഒരായത്തിന്റെ അവസാനത്തിൽ അല്ലാഹ് പറഞ്ഞു നിർത്തുന്നത് വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകർക്കാകുന്നു നാശം എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്തിക്കൊണ്ട് അല്ലാഹ് പറയുകയാണ്, അല്ലദീന ലാ യുഅ്തൂന സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ സകാത്ത് നൽകാത്തവരും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ആരും പെട്ടുപോകാതിരിക്കാൻ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, നമസ്കാരത്തോടൊപ്പം അല്ലാഹ് നിർബന്ധമാക്കി പറഞ്ഞിട്ടുള്ള കാര്യമായ സകാത്തിനെ നിറവേറ്റാൻ വേണ്ടി അതീവ ഗൗരവത്തിൽ നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കണം. സകാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഉറപ്പായും സ്വർഗം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, റസൂലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, അതനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, കൃത്യമായി 5 നേരത്തെ നമസ്കാരങ്ങൾ ഞാൻ നിർവഹിക്കുന്നവനാണ്, അതോടൊപ്പം തന്നെ അല്ലാഹ് എനിക്ക് സമ്പത്ത് നൽകിയ സമ്പത്തിൽ നിന്നും ഞാൻ സകാത്തും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ഒരാൾ ഈ അവസ്ഥയിലാണ് മരണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ മിനസ് സിദ്ദീഖീന വശുഹദാ, അവൻ സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിൽ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് സകാത്ത് കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഈ ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിലെ ആളുകൾ സകാത്തിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല, അവർ സകാത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തായി വർഷിപ്പിക്കുന്ന മഴയെ പിടിച്ചു വയ്ക്കും എന്നുള്ളതാണ്. മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവനെ നിലനിർത്താൻ വേണ്ടി ആധാരമായിട്ടുള്ള ഗൗരവമുള്ള വിഷയമാണ്. അള്ളാന്റെ അനുഗ്രഹമാണ്, ബർക്കത്താണ്. ഈ മഴയെ അള്ളാഹ് തടഞ്ഞു വയ്ക്കും സകാത്ത് കൊടുക്കാത്തിടത്തോളം കാലം. അപ്പൊ നമ്മുടെ നാട്ടിൽ വരൾച്ചയും പ്രയാസമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ബിമാ കസ്ബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് അള്ളാന്റെ അനുഗ്രഹങ്ങൾ നിന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ റബ്ബിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ നാട്ടിലും വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും അനുസരിച്ചേ പറ്റൂ. അപ്പൊ സാലറി വാങ്ങുന്ന ആളുകൾ അവരുടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? ആ ഒരു വർഷത്തെ സാലറി കണക്ക് കൂട്ടി 2% കഴിയുമെങ്കിൽ സകാത്ത് കൊടുക്കാം.
വലിയ തുകകൾ സാലറി വാങ്ങുന്നവർ കൃത്യമായി നിസാബ് കണക്കാക്കിക്കൊണ്ട് സക്കാത്ത് കൊടുത്തേ മതിയാകൂ, നിർബന്ധമാണ് നമ്മുടെ മേൽ. രണ്ടാമത്തത് ആഭരണത്തിന്റെ സക്കാത്ത്. പല ആളുകൾക്കും സംശയമുള്ളത്, ഉപയോഗിക്കാതെ പൂട്ടിക്കെട്ടി അലമാരിയിൽ വച്ചിരിക്കുന്ന, ബാങ്കിന്റെ ലോക്കറുകളിൽ വച്ചിരിക്കുന്ന ആഭരണങ്ങൾക്ക് സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണോ എന്നുള്ളതാണ്. കൊടുക്കണം സഹോദരങ്ങളെ, കൊടുക്കണം. നമ്മൾ ഇടുന്നതാണെന്നുണ്ടെങ്കിലും, നമ്മുടെ കൈകളിൽ ധരിച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും, ധരിക്കാതെ മാറ്റി വച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും, ചില ആളുകളുടെ സംശയം ഈ രൂപത്തിലുമുണ്ട്, നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണോ എന്നുള്ളതാണ്. കയ്യിലും കാലിലും കഴുത്തിലൊക്കെ ഇട്ടിരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണോ? കൊടുക്കണം എന്നുള്ളതാണ്. കൊടുക്കണ്ട എന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഏറ്റവും സൂക്ഷ്മതയുടെ മാർഗമെന്ന് പറഞ്ഞാൽ, നമ്മൾ ധരിച്ചിരിക്കുന്നതാണെങ്കിലും ശരി, മാറ്റിവെച്ചിരിക്കുന്നതാണെങ്കിലും ശരി, അതിന്റെ കണക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക? സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് വന്നു. ഹദീസ് വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അർത്ഥം പറഞ്ഞു പോവാം. ഒരു സ്ത്രീ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു. അവരുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവരുടെ മകളുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ രൂപത്തിലുള്ള തടിച്ച 2 വളകൾ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ വളയ്ക്ക് നിങ്ങൾ സക്കാത്ത് കൊടുത്തോ? ആര്? ആ കുട്ടി കയ്യിൽ ധരിച്ചിരിക്കുന്ന വളയ്ക്ക് സക്കാത്ത് കൊടുത്തോന്നാണ് ചോദിക്കുന്നത്. അവര് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ വള കാരണത്താൽ നരകത്തിൽ നിന്നുള്ള തീ കൊണ്ടുള്ള 2 വളകൾ ഇതിന് പകരമായി അണിയിക്കപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ ആ സ്ത്രീ എന്ത് ചെയ്യണം? ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വളയൂരി കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആഭരണത്തിന് സക്കാത്തുണ്ട്. അതിന്റെ 10.5 പവൻ നിസാബ് എന്ന് പറയുന്നത് 10.5 പവനാണ്. ഏകദേശം 84 ഗ്രാം സ്വർണം നമ്മുടെ കൈകളിൽ നമ്മൾ ധരിക്കുന്നതാണെന്നുണ്ടെങ്കിലും മാറ്റിവെച്ചിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ മുതലായിക്കൊണ്ട് 10.5 പവൻ 84 ഗ്രാം സ്വർണം നമ്മുടെ കൈകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 10.5 പവൻ 84 ഗ്രാം എന്ന് പറയുമ്പോൾ 12,04,980 രൂപയാണ് വരുന്നത്. അതിന്റെ 2.5% എന്ന് പറയുമ്പോൾ വെറും 30,124 രൂപയെ വരുന്നുള്ളൂ. 30,200 രൂപ. അത് കൊടുക്കാൻ എന്താ നമുക്ക് പ്രയാസം? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്വർണത്തിന്റെ സക്കാത്ത് ഭാര്യമാരോടും ഉമ്മമാരോടൊക്കെ പറഞ്ഞ് 10.5 പവൻ കൈകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് നമ്മൾ കൊടുക്കണം. ആ 10.5 പവൻ മുതൽ മുകളിലേക്ക് എത്രയാണോ അവരുടെ കൈവശമുള്ളത് അതിന്റെയൊക്കെ സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഉണർത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ നരകത്തിൽ നിന്നുള്ള തീ കൊണ്ടുള്ള 2 വളകളായിരിക്കും, ആഭരണങ്ങളായിരിക്കും അതിന് പകരമായി കൊണ്ട് അവരെ ധരിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഗൗരവം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സാലറിയുടെ സക്കാത്ത്, നമ്മുടെ ആഭരണങ്ങളുടെ സക്കാത്ത്, കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത്, കച്ചവടം ചെയ്യുന്നവരായ ആളുകളുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോക്ക് എടുപ്പ് നടത്തി കൃത്യമായി കണക്ക് കൂട്ടി കുറയ്ക്കേണ്ടതും കൂട്ടേണ്ടതുമൊക്കെ കൂട്ടി മനസ്സിലാക്കി അതിന്റെ പരിചയമുള്ള ആളുകളോട് സംസാരിച്ച് അതിനെക്കുറിച്ച് അറിയുന്നവരോട് സംസാരിച്ച് ആ കച്ചവടത്തിന്റെ സക്കാത്തും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മൾ കൊടുക്കണം. സക്കാത്തിന്റെ വിഭാഗത്തിൽ എന്തെല്ലാം പെടുന്നുണ്ടോ അത് മുഴുവനും കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ നോമ്പിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതേപോലെ നിർബന്ധമായും പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു വിഷയമാണ് സക്കാത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും നമ്മുടെ നഫ്സിനെയും നമ്മുടെ സമ്പത്തിനെയും സംസ്കരിച്ച് എടുക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും വേണ്ടി ആ സക്കാത്തിന്റെ മേഖലകൾ നമ്മൾ ക്ലിയറാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സക്കാത്ത് നിർവഹിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും കൃത്യമായി ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും നല്ല ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിന്റെ രാപ്പകലുകളിലൂടെ നമ്മൾ കടന്നു പോകുക. നമ്മൾ മനസ്സിലാക്കണം, നാം ചെയ്യുന്ന ഓരോ അമലുകൾക്കും വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു ഹദീസിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹ് പറയുകയാണ്, മനുഷ്യരുടെ എല്ലാ നന്മകൾക്കും
10 മുതൽ 700 ഇരട്ടി വരെ എന്ത് ചെയ്യും? അള്ളാഹ് പ്രതിഫലങ്ങൾ കൊടുക്കും. എന്നിട്ട് പറഞ്ഞു നോമ്പൊഴികെ എന്നുള്ളതാണ്. കാരണം അതിന് ഞാൻ കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്ന് ഖുദ്സിയായ ഒരു ഹദീസിൽ അള്ളാഹ് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ഇബാദത്തുകൾക്കാണെന്നുണ്ടെങ്കിലും മറ്റുള്ള സമയങ്ങളിൽ, നോമ്പല്ലാത്ത സമയങ്ങളിൽ, റമളാൻ അല്ലാത്ത സമയങ്ങളിൽ 10 മുതൽ 700 ഇരട്ടി വരെ എന്ത് ചെയ്യും? പ്രതിഫലം നൽകപ്പെടുന്ന അമലുകളുണ്ട്. റമളാനിലാകുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യാണ്? അതിനേക്കാൾ ഇരട്ടിയായി അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ കണക്കില്ലാതെ പ്രതിഫലം നൽകും എന്നുള്ളതാണ്. നമുക്ക് ആ രൂപത്തിൽ പ്രതിഫലങ്ങൾ വാരിക്കോരിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, കഴിവ് നൽകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, റമളാനിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സദഖകൾ, ദാനധർമ്മങ്ങൾ. നിസാരമായ രൂപ മതി, 10 രൂപയാണെന്നുണ്ടെങ്കിലും മതി. അത് നമ്മുടെ പള്ളികളിലേക്കോ മറ്റുള്ള പ്രയാസപ്പെടുന്നവരായ ആളുകൾക്കോ കഴിയുന്ന രൂപത്തിലൊക്കെ നമുക്ക് സദഖകൾ നിർവഹിക്കാം. നിങ്ങളെല്ലാവരും ഈ പള്ളിയിൽ വരുന്നുണ്ട്. ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ഈ ഇരിക്കുന്നവരൊക്കെ ഒരു 10 രൂപ വീതം നമ്മുടെ പള്ളി കളക്ഷനിലേക്ക്, പള്ളിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സദഖയുടെ പ്രതിഫലമാണ്. പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരിപാലന കമ്മിറ്റിക്കാർക്ക് വലിയൊരു സഹായകമാവുകയും ചെയ്യും. നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം റമളാനിൽ ചെയ്യുന്ന സദഖകൾക്ക് അള്ളാഹ് കണക്കില്ലാതെയാണ് പ്രതിഫലം കൊടുക്കുക. 4 വെള്ളിയാഴ്ചയുള്ളൂ ആ ഭാഗ്യം നമുക്ക്. വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് കൊടുക്കാം, അടുത്ത ആഴ്ച കരുതി കൊണ്ടുവന്ന് നിങ്ങൾക്ക് കൊടുക്കാം. കഴിയുന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക? പള്ളി പരിപാലന ഫണ്ടിലേക്കും മറ്റുള്ള രൂപത്തിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സദഖകൾ നിർവഹിക്കുക. അനാവശ്യമായി ദൂർത്ത് കാണിച്ചുകൊണ്ട് ഒരാവശ്യവുമില്ലാത്ത മറ്റുള്ള ചെലവുകളിലേക്ക് ചെലവഴിക്കുന്നതിന് പകരമായി ഈ രൂപത്തിൽ സദഖകൾ നിർവഹിച്ചാൽ വമ്പൻ പ്രതിഫലങ്ങളാണ് അള്ളാഹ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നോമ്പ് തുറപ്പിക്കാനുള്ള സൗകര്യം. നമുക്ക് പള്ളിയിലുണ്ട്. ഒരാൾക്ക് ഒരു ദിവസത്തെ ചെലവ് 2000 രൂപയാണ് നോമ്പ് തുറക്കി വരുന്നത്. ഈ 2000 രൂപ ഒന്നിച്ചു കൊടുക്കാൻ കഴിയുന്നവർക്ക് 2000 രൂപ കൊടുക്കാം. ഇനി 3 പേരുടെ ഷെയർ, 4 പേരുടെ ഷെയർ ഇട്ട് കൊടുക്കണോ? അങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കാം. 4 കൂട്ടുകാർ തമ്മിൽ ഒരു ദിവസത്തെ നോമ്പ് തുറ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 4 പേർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 500 രൂപയെ വരുന്നുള്ളൂ. എന്താണ് നോമ്പ് തുറപ്പിക്കുന്നതിന്റെ പ്രതിഫലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് തുറപ്പിക്കുന്നവന്, നോമ്പുകാരന് എന്താണോ പ്രതിഫലം ലഭിക്കുന്നത് അതേ പ്രതിഫലം ആ മനുഷ്യൻ ലഭിക്കും എന്നുള്ളത്. പണ്ഡിതന്മാര് പറഞ്ഞു, റമളാനിൽ 30 നോമ്പാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 60 നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾ നേടിയെടുക്കണം കേട്ടോ എന്നാ പറഞ്ഞത്. അതായത് 30 നോമ്പ് നമ്മൾ എടുക്കുന്നതിന്റെ പ്രതിഫലം, ബാക്കി 30 നോമ്പോ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചതിന്റെ പ്രതിഫലവും കൂടി നിങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ നോമ്പ് തുറയിലും നമുക്ക് സഹകരിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാം. പ്രത്യേകിച്ച് കഴിയുന്ന രൂപത്തിലൊക്കെ സാമ്പത്തികമായ മേഖലകളെല്ലാം അള്ളാന്റെ മാർഗത്തിൽ സദഖകളായിട്ട്, സക്കാത്തിന്റെ വിഹിതങ്ങളായിട്ട് കൊടുക്കാൻ സാധിക്കുന്നവര് ആ വിഷയങ്ങളൊക്കെ ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ രാപ്പകലുകളിൽ ഇബാദത്തുകളിൽ മുഴുകാൻ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നോമ്പിന്റെ അമലുകൾ, നോമ്പ് കാലത്ത് ചെയ്യുന്ന അമലുകളിൽ സജീവമായി മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ റമളാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ഈ റമളാനിൽ നമ്മോടൊപ്പം ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലെ ഉണ്ടായിരുന്ന മുസ്തഫക്ക താങ്ങും തണലുമായി എല്ലാ വിഷയങ്ങളിലും നമ്മോടൊപ്പം സഹകരിച്ചിരുന്ന വ്യക്തിയാണ്. ഇന്ന് ഈ റമളാനിൽ നമ്മോടൊപ്പം അദ്ദേഹം ഇല്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കൂടെയൊക്കെ നോമ്പ് തുറക്കാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹ പൂർത്തീകരണമാണ് ഇന്ന് ഇരിക്കുന്ന നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് പാപമോചനം നൽകി സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനുമായി ബന്ധം പുലർത്തി ജീവിക്കുന്ന ഖുർആനിന്റെ അഹലുകാരായ ആളുകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, വേവലാതികളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്നെല്ലാം അല്ലാഹു പൂർണ്ണമായ ആശ്വാസവും സമാധാനവും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല
തആല ചെറുതും വലുതുമായ അവരുടെ അസുഖങ്ങൾ എത്രയും വേഗം പൂർണ്ണമായ ആശ്വാസത്തിലും ആഫിയത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കകളിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിക്ക് വേണ്ടി വലിയ രൂപത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തവരുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു കൃത്യമായ പ്രതിഫലം, പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിർവഹിക്കുന്ന ഓരോ സദഖകൾക്കും അമലുകൾക്കും അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.